ഹലോ ഗൈസ്, വെൽക്കം ടു മേക്ക് സ്റ്റുഡിയോ. ISL ചരിത്രത്തിൽ തന്നെ അല്ലെങ്കിൽ ഇന്ത്യൻ ഫുട്ബോൾ കണ്ട ഏറ്റവും ത്രില്ലർ പോരാട്ടമായിരുന്നു ഇന്നലെ കൊച്ചിയുടെ മണ്ണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് FC ഗോവ. തുടർച്ചയായ പരാജയങ്ങൾ നേരിട്ടുകൊണ്ട് വിജയത്തിലേക്ക് തിരിച്ചെത്താൻ ആഗ്രഹിക്കുന്ന രണ്ട് ടീമുകളുടെ പോരാട്ടം. എന്നാൽ വിജയം ഇവാൻ വുക്കോവനോവിച്ച് എന്ന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സെർബിയൻ പടക്കുതിരയ്ക്കൊപ്പമായിരുന്നു. 2-നെതിരെ 4 ഗോളുകൾക്കായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മിന്നുന്ന വിജയം. ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കെല്ലാം വളരെ സന്തോഷമായ വാർത്ത തന്നെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു ഉജ്ജ്വലമായ തിരിച്ചുവരവ്, അതും കൊച്ചിയുടെ മണ്ണിൽ നിന്നും. ആദ്യ പകുതിയിൽ 2 ഗോളുകൾക്ക് പിന്നിൽ പോയ ശേഷമായിരുന്നു കേരളത്തിൻ്റെ കൊമ്പന്മാർ വളരെ മികച്ച രീതിയിൽ തന്നെ രണ്ടാം പകുതിയിൽ പന്ത് തട്ടുകയും ഉജ്ജ്വലമായ 4 ഗോളുകൾ നേടുകയും 2-നെതിരെ 4 ഗോളുകൾക്ക് കരുത്തരായ ഗോവയെ തകർത്തുവിട്ടതും. ആദ്യ പകുതിയിൽ റൗളിൻ ബോർജസിലൂടെ മുഹമ്മദ് യാസിറിലൂടെ മുൻപിൽ കടന്ന FC ഗോവയെ രണ്ടാം പകുതിയിൽ വൻ തന്ത്രങ്ങളുമായിട്ടായിരുന്നു ഇവാൻ കേരള ബ്ലാസ്റ്റേഴ്സിനെ അണിയറയിൽ ഒരുക്കിയത്. 51-ാം മിനിറ്റിൽ ഗോവൻ ബോക്സിന് വെളിയിൽ വെച്ച് ദിമിത്രോസ് ഡയമത്തക്കോസ് എന്ന ബ്ലാസ്റ്റേഴ്സിന് ഗ്രീക്ക് സ്ട്രൈക്കറെ ഫൗൾ ചെയ്തതിന് ലഭിച്ച ഫ്രീ കിക്ക്. ഒരു നിമിഷം കേരള ബ്ലാസ്റ്റേഴ്സ് ഓർത്തുപോയി കാണും. ആ ഒരു നിമിഷം ആ ഒരു ഫ്രീ കിക്ക് എടുക്കാൻ ബ്ലാസ്റ്റേഴ്സിൻ്റെ മജീഷ്യൻ നായകൻ എഡ്രിയാൻ ലൂണ ഉണ്ടായിരുന്നെങ്കിൽ. പറഞ്ഞു തീരുന്നതിന് മുൻപ് തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ലൂണയ്ക്ക് പകരം വയ്ക്കാവുന്ന ജാപ്പനീസ് സാമുറായി ഡെയ്സുഗി സക്കായ് ഉദിച്ചുയർന്ന നിമിഷം. ലൂണയെ ഓർത്തുപോയവരുടെ മനസ്സിലേക്ക് ഇരച്ചു കയറിയ ഡെയ്സുഗി സക്കായ് വണ്ടർ ഫ്രീ കിക്ക് ഗോളിലൂടെ ഗോവൻ കീപ്പറെ അതിസാഹസികമായി മറികടന്നുകൊണ്ടൊരു മികച്ച ക്ലിനിക്കൽ ഫിനിഷ്. കേരള ബ്ലാസ്റ്റേഴ്സ് 1, FC ഗോവ 2. അവിടെയും തീരുന്നില്ല. വിജയ ഗോളിലേക്ക് എത്താനുള്ള ശ്രമങ്ങൾ വീണ്ടും ഇവാൻ്റെ സംഘം കളിക്കളത്തിൽ തുടർന്നുകൊണ്ടേയിരുന്നു. നിരന്തര ശ്രമങ്ങൾക്കൊടുവിൽ 88-ാം മിനിറ്റ് വരെ പിന്നിൽ നിന്ന കേരള ബ്ലാസ്റ്റേഴ്സ് തുടരെ 2 ഗോളുകൾ നേടിക്കൊണ്ടായിരുന്നു കളിയിലേക്ക് തിരിച്ചു വന്നത്. ഗോവൻ ബോക്സിൽ ഡെയ്സുഗി സക്കായ് എടുത്ത ഷോട്ട് ഗോവൻ താരത്തിൻ്റെ കയ്യിൽ തട്ടിയതിന് ലഭിച്ച പെനാൽറ്റി. ഒരു പിഴവും കൂടാതെ ദിമിത്രോസ് ഡയമന്തക്കോസ് വലയിലെത്തിക്കുമ്പോൾ മത്സരം സമനില. എന്നാൽ അവിടെയും തീരുന്നില്ല. മുഹമ്മദ് ഐമൻ നൽകിയ അസാധ്യമായ ഒരു പാസിൽ വളരെ മികച്ച ടച്ചോടുകൂടി ഗോവൻ വലയിൽ വീണ്ടും പന്തെത്തിച്ചുകൊണ്ട് ദിമിത്രോസ് ഡയമന്തക്കോസ് ബ്ലാസ്റ്റേഴ്സിനെ മുൻപിലെത്തിച്ച നിമിഷം. കൊച്ചി ഒന്നാകെ ആർത്തിരമ്പിയ നിമിഷം. 2 ഗോളുകൾക്ക് പിന്നിൽ നിന്ന തങ്ങളുടെ ടീം 3-2 മുൻപിൽ കയറിയ നിമിഷം. എന്നാൽ അവിടെയും തീരുന്നില്ല. വീണ്ടും വിജയ ഗോളിലേക്ക് എത്താൻ, വീണ്ടും ഒരു ഗോളിലേക്ക് എത്താനുള്ള ദാഹം കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ ഒന്നടങ്കം പ്രകടിപ്പിച്ച നിമിഷം. 88-ാം മിനിറ്റിൽ ദിമിത്രോസ് ഡയമന്തക്കോസ് നൽകിയ പാസിലൂടെ ഗോവയുടെ ഡി ബോക്സിന് വെളിയിൽ വെച്ചും അസാധ്യമായൊരു ആംഗിളറിൽ ഒരു വണ്ടർ ഗോളുമായി ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ താരം ലിത്വാനിയൻ നാഷണൽ ടീം നായകൻ ഫെറോഡ് ചെർനെച്ച് ഉദിച്ചുയർന്ന നിമിഷം. എഡ്രിയാൻ ലൂണയ്ക്ക് പകരക്കാരനെ കൊണ്ടുവന്ന ചെർനെച്ച് കഴിഞ്ഞ 3 കളികളിലും ഒരു ഗോൾ പോലും നേടാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ കൊച്ചിയിൽ ഇന്നലെ കരുത്തരായ ഗോവയ്ക്കെതിരെ തൻ്റെ ആദ്യ ISL ഗോൾ കുറിച്ച നിമിഷം. കൊച്ചി ഒന്നാകെ ആർത്തിരമ്പിയ നിമിഷം. ഇവാൻ വുക്കോവനോവിച്ച് തുള്ളിച്ചാടിയ നിമിഷം. 2 ഗോളുകൾക്ക് പിന്നിൽ നിന്ന ടീം 4-2 കളി പിടിച്ച നിമിഷം. പോയിന്റ്സ് ടേബിളിൽ 16 കളിയിൽ 29 പോയിന്റുമായി 4-ാം സ്ഥാനത്തേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് എത്തിയ നിമിഷം. അങ്ങനെ ഒട്ടേറെ പ്രത്യേകതകൾ നിറഞ്ഞ ഒരു മത്സരം തന്നെയായിരുന്നു KBFC വേഴ്സസ് FC ഗോവ. തുടർച്ചയായ 3 പരാജയങ്ങൾ നേരിട്ട് കൊച്ചിയിലേക്ക് വണ്ടി കയറിയ കേരള ബ്ലാസ്റ്റേഴ്സും തുടർച്ചയായ 2 പരാജയങ്ങൾ നേരിട്ടുകൊണ്ട് കൊച്ചിയിലേക്ക് വിജയവഴിയിൽ തിരിച്ചെത്താൻ വണ്ടി കയറിയ FC ഗോവയും. പോരാട്ടവീര്യം അവിടെയും തീരുന്നില്ല. കത്തിരിക്കാം. ബംഗളൂരുവിനെതിരെ മാർച്ച് 3-ാം തീയതി അവരുടെ തട്ടകത്തിൽ ശ്രീകണ്ഠീരവയിൽ കഴിഞ്ഞ ISL സീസണിലെ പ്ലേ ഓഫിൽ സംഭവിച്ചതിന് പകരം കൊടുക്കാൻ അതേ മൈതാനത്ത് ബ്ലാസ്റ്റേഴ്സ് പന്ത് തട്ടുകയും മാർച്ച് 3-ാം തീയതി കരുത്തരായ ബംഗളൂരു FC നേരിടുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് FC. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.